2025 ജനുവരിയിൽ നടക്കാൻ പോകുന്ന കുംഭമേളയെ പറ്റിയും കുംഭമേളയുടെ ഐതിഹ്യവുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരു മതസംഗമം എന്നതിലുപരി വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആത്മീയതയും ഇഴചേരുന്ന ഒരു അപൂർവ ആഘോഷമാണ് കുംഭമേള. പുണ്യനദികളിലെ സ്നാനവും ദാനധർമ്മങ്ങൾ നടത്തുന്നതും ഉപവാസം അനുഷ്ഠിക്കുന്നതുമെല്ലാം കുംഭമേളയുടെ ഒഴിച്ചുകൂടാനാവാത്ത ആചാരങ്ങളാണ്. കുംഭമേളയിൽ പങ്കെടുക്കുന്നത് മോക്ഷത്തിലേക്കുള്ള പാത തുറക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിൻ എന്നീ പുണ്യനഗരങ്ങളിൽ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പൂർണ്ണ കുംഭമേള ഇത്തവണ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ 2025 ജനുവരി 13 ആരംഭിച്ച് 2025 ഫെബ്രുവരി 26 മഹാശിവരാത്രി ഉത്സവത്തോടുകൂടി സമാപിക്കും. പാലാഴി മഥനവുമായി ബന്ധപ്പെട്ട് കുംഭമേളയ്ക്ക് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. ദേവന്മാരും അസുരന്മാരും അമൃതകുംഭത്തിനായി മന്ദരപർവ്വതത്തെ കോലായും വാസുകിയെ വടമായും ഉപയോഗിച്ച് പാലാഴി കടഞ്ഞു. നിരവധി സവിശേഷ വസ്തുക്കൾക്കും വ്യക്തികൾക്കും ഒടുവിൽ പൊങ്ങിവന്ന അമൃതകുംഭത്തിനായി ദേവന്മാരും അസുരന്മാരും തമ്മിൽ തർക്കമായി. അങ്ങനെ ഒടുവിൽ ഇന്ദ്രന്റെ പുത്രനായ ജയന്തൻ അമൃതമായി സ്വർഗത്തിലേക്ക് പോകും വഴി 12 ദിവസമെടുത്ത ഈ യാത്രയിൽ അമൃത തുളുമ്പി 4 സ്ഥലങ്ങൾ വീണെന്നാണ്. മറ്റൊരു കഥയിൽ ജടായുവാണ് അമൃതമായി സ്വർഗത്തിൽ. ഇനിയൊരു കഥയിൽ അസുരന്മാരിൽ നിന്നും മോഹിനി വേഷത്തിൽ അമൃതകുംഭം തട്ടിയെടുത്ത മഹാവിഷ്ണു സ്വർഗത്തിലേക്ക് പോകും വഴി തുളുമ്പി വീണെന്നും ഇതിലേതു കഥാവസരത്തിലും ദേവലോകത്തെ 12 ദിവസങ്ങൾ മനുഷ്യായുസിന്റെ 12 വർഷങ്ങളായതിനാലാണ് 12 വർഷത്തിലൊരിക്കൽ കുംഭമേള. കുംഭമേള 3 വർഷത്തിലൊരിക്കലും, പൂർണ്ണ കുംഭമേള 12 വർഷത്തിലൊരിക്കലും, അർദ്ധകുംഭമേള 6 വർഷത്തിലൊരിക്കലും ആക്കുന്നു. വ്യാഴത്തിന്റെ ഒരു പരിക്രമണ കാലഘട്ടമാണ് പൂർണ്ണ കുംഭമേളയ്ക്കിടയിൽ വരുത്തി. എന്നാൽ 12 പൂർണ്ണ കുംഭമേളകൾ കഴിഞ്ഞ്, അതായത് 144 വർഷത്തിലൊരിക്കലാണ് മഹാകുംഭമേള ആഘോഷിക്കുന്നത്. മഹാകുംഭമേള നടക്കുന്നത് ത്രിവേണി സംഗമത്തിലാണ്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനമാണ് ത്രിവേണി സംഗമം. 6 വർഷത്തിലൊരിക്കൽ പ്രയാഗിലും ഹരിദ്വാറിലുമായാണ് അർദ്ധകുംഭമേള സംഘടിപ്പിക്കുന്നത്. പൂർണ്ണ കുംഭമേള നടക്കുന്ന സ്ഥലം തീരുമാനിക്കുന്നത് വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥാനം കണക്കാക്കിയാണ്. ഹരിദ്വാറിൽ പൂർണ്ണ കുംഭമേള ആഘോഷിക്കുമ്പോൾ വ്യാഴം കുംഭൻ രാശിയിലും സൂര്യനും ചന്ദ്രനും യഥാക്രമം മേടം രാശിയിലും ധനുരാശിയിലുമായിരിക്കണം. പ്രയാഗ്രാജിൽ നടക്കുമ്പോൾ വ്യാഴം രാശിയിലും അഥവാ വൃഷഭ രാശിയിലും സൂര്യനും ചന്ദ്രനും മകരരാശിയിലുമായിരിക്കണം. ഗോദാവരി നദീതീരത്ത് നാസിക്കിൽ നടക്കുമ്പോൾ വ്യാഴം ചിങ്ങരാശിയിലും സൂര്യനും ചന്ദ്രനും കർക്കിടക രാശിയിലുമായിരിക്കണം. ഉജ്ജയിനിലെ ക്ഷിപ്ര നദീതീരത്ത് ആഘോഷിക്കുമ്പോൾ വ്യാഴം ചിങ്ങരാശിയിലും സൂര്യനും ചന്ദ്രനും മേടം രാശിയിലുമായിരിക്കണമെന്നതാണ് വിശ്വാസം. ജ്യോതിശാസ്ത്രവും ഹൈന്ദവ വിശ്വാസങ്ങളും എങ്ങനെയൊക്കെ ഇഴചേരുന്നുവെന്ന് കുംഭമേള നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷേ ചരിത്രത്താളുകളിൽ ചിലയിടങ്ങളിൽ മാത്രമാണ് കുംഭമേളയെപ്പറ്റി പ്രതിപാദിക്കുന്നത്. അത് പക്ഷേ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പുണ്യനദികളിലെ സ്നാനവും അനുബന്ധ ക്ഷേത്ര ദർശനവും മാത്രം അടങ്ങുന്നതായിരുന്നു. AD 602 664 ഇടയിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ ഹുയാൻസാങ്ങിന്റെ വിവരണങ്ങളിൽ നാമങ്ങൾ നടന്നത്. ബ്രിട്ടീഷ് അധിനിവേശ സമയത്താണ് ഹിന്ദു ആചാരങ്ങളിൽ സാമൂഹികവും സാംസ്കാരികപരവുമായ പരിണാമങ്ങൾ നടന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ഹൈന്ദവ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെയും കൂടുതൽ വിശ്വാസികളുടെയും ഭാഗമായി മഹാമേള കുംഭമേളയായി പരിവർത്തനം ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. 20-ാം നൂറ്റാണ്ടോടുകൂടി കുംഭമേള പ്രശസ്തി ആർജിക്കുകയും ഹിന്ദു കലണ്ടറിലെ പ്രധാന സംഭവമായി മാറുകയും ചെയ്തു. അതുവഴി ഇന്ത്യക്കകത്തും പുറത്തും കോടിക്കണക്കിന് തീർത്ഥാടകരെ കുംഭമേള ദർശിക്കാനും സാധിച്ചു. ഇന്ത്യൻ ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളും ഇതിൽ ആർഷഭാരത സംസ്കാരത്തിൻ്റെ വേരുകൾ ഊട്ടിയുറപ്പിക്കുന്ന ആഘോഷമായത് മാറുകയാണുണ്ടായത്. 2017 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടാനും കുംഭമേളയ്ക്ക് സാധിച്ചു. ഗിന്നസ് വേൾഡ് ഓഫ് റെക്കോർഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സമാധാനപരമായി പങ്കെടുക്കുന്ന ഒത്തുചേർന്ന 200 മില്യൺ ആളുകൾ 2019 നടന്ന കുംഭമേളയിൽ ആകെ മൊത്തം 200 മില്യൺ ആളുകൾ പങ്കെടുത്തു എന്നതാണ് കണക്ക്. 114 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേള അവസാനമായി നടന്നത് 2013 ഇത്തവണത്തെ കുംഭമേളയിൽ ജനത്തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷ ഉറപ്പാക്കാനുമായി GPS ട്രാക്കിങ്ങും CCTV ക്യാമറകളും മൊബൈൽ ആപ്ലിക്കേഷൻസും ലഭ്യമാണ്. മാത്രമല്ല സുസ്ഥിരമായ മാലിന്യ നിർമ്മാർജ്ജനവും പദ്ധതിയിലുണ്ട്. ഇന്ത്യയിൽ ആകെ മൊത്തം 13 അഖാരകളാണുള്ളത്. ഓരോ അഖാരയ്ക്കും ഓരോ പൂജാരി ഉണ്ടായിരിക്കും. കുംഭമേള ആരംഭ ദിവസം അഖാരയിലെ പൂജാരി ആദ്യം നദീസ്നാനം നടത്തുകയും പിന്നാലെ കുംഭമേള ആരംഭിക്കുകയും ചെയ്യും. ഇത്തവണത്തെ കുംഭമേളയ്ക്ക് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത് പരിപാടിയുടെ 117-ാം എപ്പിസോഡിൽ പറയുകയുണ്ടായി. അവയാണ് 2025 വരാനിരിക്കുന്ന ലിംഗം, വർണ്ണം, സമ്പത്ത് എന്നിവ വിവേചനം അനുവദിക്കുന്നതല്ല. സർക്കാർ അംഗീകൃത ടൂർ പാക്കേജുകൾ, താമസം, ഹോം സ്റ്റേ എന്നിവയെപ്പറ്റിയുള്ള വിവരങ്ങൾ മൊബൈൽ ഫോണിൽ ആപ്പുകളായി ലഭ്യമാകും. ചരിത്രത്തിൽ ആദ്യമായി AI ചാറ്റ്ബോർഡ് ഉപയോഗിക്കുന്നു എന്നതും ഒരു പ്രത്യേകതയാണ്. 11 ഭാഷകളിലായി AI സേവനം ലഭ്യമാകും. 2025 കുംഭമേളയിൽ പങ്കെടുക്കുന്നവർ ഡിജിറ്റൽ നാവിഗേഷൻ ഉപയോഗിച്ച് വിവിധ ഘട്ടുകളിലേക്കും അഖാരകളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും അവയുടെ പാർക്കിംഗ് കേന്ദ്രങ്ങളിലേക്കും എത്തിച്ചേരാവുന്നതാണ്.
ഡിജിറ്റൽ ലോസ് ആൻഡ് ഫൗണ്ട് സെന്ററിന്റെ സേവനവും ലഭ്യമായിരിക്കും. തിരക്കേറിയ ജീവിതത്തിലെ കുറച്ച് ദിവസങ്ങൾ സന്യാസിമാരോടൊപ്പം ചെലവഴിക്കാനും സന്നദ്ധ സംഘടന രാത്രികാലങ്ങളിൽ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചിടങ്ങൾ ആസ്വദിക്കാനുമുള്ള അസുലഭമായ അവസരമാണ് ഓരോ കുംഭമേളയും നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ആയതിനാൽ പങ്കെടുക്കാൻ സാധിക്കുന്ന വിശ്വാസികൾ ജീവിതത്തിൽ ഒരിക്കൽ